കഴിഞ്ഞ തവണ നമ്മൾ പ്രോലിവ് ടോട്ടലും അതുപോലെ തന്നെ ഫീഡ് പീസ് കൂടി എങ്ങനെയാണ് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തവണ ഒരുപാട് കോളുകൾ വന്നതും പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാവുകൾക്ക് വരുന്ന ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിന് നമ്മൾ ഈ പ്രോലിവ് ടോട്ടൽ അതുപോലെ ഫീഡ് പീസ് പോലുള്ള ഫുഡ് സപ്ലിമെന്റുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രോബയോട്ടിക്കുകൾ എങ്ങനെയാണ് അവയെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രാവുകൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ആരോഗ്യ പരിപാലനത്തിലൂടെ ഒരുപാട് അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ്. നമുക്ക് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നല്ല ആരോഗ്യവാന്മാരായി അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള നമ്മുടെ വളർത്തുമൃഗങ്ങളെ അല്ലെങ്കിൽ നമ്മളെ വളർത്തു പക്ഷികളെയൊക്കെ നല്ല ആരോഗ്യപ്രദമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഒരുപാട് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള അഥവാ രോഗപ്രതിരോധ ശക്തിയുള്ള പക്ഷികളെയും അതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങളെയും ഒക്കെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരെയൊക്കെ സഹായിക്കുന്നത് അവരുടെ ഭക്ഷണം തന്നെയാണ്. ഈ പ്രോലിവ് ടോട്ടലിൽ എന്താ അടങ്ങിയിരിക്കുന്നതെന്നൊരു സംശയം എല്ലാവർക്കും തോന്നാം. ഇത് എന്താ വെച്ചാൽ ഒരു കറുത്ത രൂപത്തിലുള്ള ദ്രാവകം മാത്രമാണോ, അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ മറ്റെന്തെങ്കിലും ഇതുകൊണ്ട് ഗുണങ്ങളുണ്ടോന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതിന് പ്രധാനമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ D3, വൈറ്റമിൻ ഇ, ഈ 3 കണ്ടന്റുകളുണ്ട്. അത് കൂടാണ്ട് അയൺ ഉണ്ട്, അയൺ ടോണിക് കൂടിയാണ്. അതിന് കൂടാണ്ട് ബി കോംപ്ലക്സ് ഉണ്ട്, അതായത് തീറ്റയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബി കോംപ്ലക്സ് ഉണ്ട്. അതുപോലെ കോളിൻ ക്ലോറൈഡ് ഉണ്ട്. പിന്നെ അതിലടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലൈസിൻ ഉണ്ട്. പിന്നെ കാൽസ്യം ടോണിക് ഉണ്ട്, അതായത് കാൽസ്യം, അതായത് വളർച്ച സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം ടോണിക് ഉണ്ട്. പിന്നെ ലിവർ ടോണിക് ഉണ്ട്, ലിവറിനെ സംരക്ഷിക്കുക, ലിവറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്നൊക്കെ ലിവർ ടോണിക് ഉണ്ട്. അതുകൂടാതെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് പൗഡർ ഉണ്ട്. ഇത്രയധികം, അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്ലഡ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം, അതിന് വേണ്ട കാര്യങ്ങൾ. അതിനൊപ്പം തന്നെ നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇതിന്റെ കൂടെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് അവർക്ക് ഫുഡിൽ നിന്ന് ലഭിക്കാത്ത, അതിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു കണ്ടന്റാണ്. അതിന്റെ വളർച്ചയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഉള്ളതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഉണ്ട്. അപ്പൊ അത്രയും കണ്ടന്റാണ് നമ്മുടെ പ്രോലിവ് ടോട്ടലിൽ അടങ്ങിയിട്ടുള്ളത്. അതിനുള്ളത് ഫീഡ് പീസിനെ കുറിച്ചാണ്. ഫീഡ് പീസ് എന്താണ്, ഇത് കൊടുക്കുന്നത് കൊണ്ട്, അതായത് ഇതിന്റെ രൂപമൊക്കെ കണ്ടിട്ട് ഇത് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഫീഡ് പീസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫീഡ് പീസ് എന്ന് പറയുന്നത് ശരിക്കും സാക്രമൈസിസ് സർവീസ് ചെയ്യാനുള്ള ഒരു ലൈവ് ഈസ്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതും അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫീഡ് പീസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വയറിന്റെ ഉള്ളിൽ ആവശ്യപ്രദമായ ബാക്ടീരിയാസ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫീഡ് പീസ് ചെയ്യുന്നത്. അതായത് പ്രീബയോട്ടിക് ആയിട്ടും അതുപോലെ തന്നെ പ്രോബയോട്ടിക് ആയിട്ടും പ്രവർത്തിക്കുന്നു ഫീഡ് പീസ്. അപ്പോൾ ശരിയായ ദഹനം നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ കിട്ടുന്നു. പിന്നെ അവരുടെ വയറിൽ ആവശ്യമുള്ള നല്ല ബാക്ടീരിയാസ്, സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ടാക്കുന്നു. അതിനൊപ്പം എന്ത് ചെയ്യുന്നു, ആവശ്യപ്രദമല്ലാത്ത ബാക്ടീരിയാസിന് എന്ത് ചെയ്യുന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു. നല്ല ബാക്ടീരിയാസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു, ആവശ്യപ്രദമല്ലാത്ത, ആവശ്യമില്ലാത്ത മറ്റസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഫീഡ് പീസ്റ്റ് എന്ന് പറയുമ്പോൾ. അതാണ് അതിലെ ഏറ്റവും, അതുകൊണ്ടാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം. പ്രോലിവ് ടോട്ടലും ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടും ആരോഗ്യത്തിലൊന്നും ഒന്നും കാണാനില്ലാന്ന്. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവര് വിരയൊക്കെ ഇളക്കണം. അതുപോലെ ഡീവോം ചെയ്തൊക്കെ ഉഷാറാക്കിയതിന് ശേഷം വേണം അവർക്ക് ഇങ്ങനെയുള്ള ഫുഡ് സപ്ലിമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തേക്ക് പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ആ വിര, അവരുടെ ഉള്ളിലുള്ള വിരയുണ്ടല്ലോ, അതെന്ത് ചെയ്യും, ഞാൻ ഈ കൊണ്ടുപോകുന്ന നമ്മൾ കൊടുക്കുന്ന വൈറ്റമിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വിര നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വളർന്നു വരും. നമ്മുടെ ബേഡ് അപ്പോഴും അതുപോലെ ഇങ്ങനെ ക്ഷീണിച്ച് ആവശ്യമായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പൊ ഡീവോം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ പ്രാവുകളിൽ കാണുന്നത് പ്രധാനപ്പെട്ട 3 തരം വിരകളാണ്. ഈ 3 തരം വിരകളെ ഇളക്കാനും തക്കവണ്ണമുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുക. മരുന്നുകളെ പറ്റി ഒരിക്കലും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അത് ഡോക്ടേഴ്സിനാണ് അത് പറയാനുള്ള അധികാരം എന്ന് പറയുന്നത്. അത് നമ്മള് പറയുന്നത് ശരിയല്ലല്ലോ, ഒരിക്കലും ശരിയല്ല. അപ്പൊ അത് ഡോക്ടേഴ്സ് ആണ് അത് പറഞ്ഞു തരേണ്ടത്. അപ്പൊ അതിന് നമ്മള് പ്രാവ് വളർത്തുന്ന ഡോക്ടേഴ്സ് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ കൃത്യമായിട്ട് ആ മരുന്നുകളെ പറ്റിയൊക്കെ പറഞ്ഞു തരും. നല്ല ഫെദർ, നല്ല ഫെദർ ക്വാളിറ്റി, നല്ല കളറ്, ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോലിവ് ടോട്ടൽ അതുപോലെ തന്നെ ഫീഡ് പീസ് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ ഷാർക്ക് ലിവർ ഓയിൽ ഉണ്ട്.
സ്റ്റാർ ഫിലിവോ എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ തന്നെയാണ്. അപ്പൊ ഇത് വളരെ കുറച്ചേ വേണ്ടുള്ളൂ. ഒരു ബേർഡിനെന്ന് പറയുന്നത് 2 തുള്ളി മതിയാവും. 2 തുള്ളി ഒരു 3 ദിവസം വരെ, ഒരു മാസത്തിൽ ഒരു 3 ദിവസം 4 ദിവസം വരെ കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന് നല്ല നല്ല ഫെദർ ക്വാളിറ്റി വരുന്നുണ്ട്. നല്ല അതിന്റെ കളറ്, അതുപോലെ തന്നെ ആ ഒരു ഭംഗിയിലേക്ക് ആ ബേർഡ് നല്ല സുന്ദരമായിട്ട് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയാ, നമ്മൾ ഈ ഫുഡ് സപ്ലിമെന്റുകളോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുത്തു അതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല. നമ്മുടെ ലോഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കേജുകളൊക്കെ എപ്പോഴും എന്ത് ചെയ്താലും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ അതിന്റെ ഒരു വൃത്തി എന്ന് പറയുന്നത് അത് പ്രധാന ഘടകം തന്നെയാണ്. അസുഖം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ കേജിന്റെ വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തായാലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വെക്കാണ്ട് അവർക്ക് എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം, ജീവിക്കാൻ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കർത്തവ്യം തന്നെയാണ്. അതിൽ നിന്ന് തന്നെ ഒരുപാട് അസുഖങ്ങളെ തടയാൻ, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാനും അവർക്ക് നല്ല രീതിയിൽ ഉണ്ടാവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ലോഫ്റ്റാക്കി മാറ്റുക എന്നുള്ളത് കൂടിയാണ്. ആരോഗ്യ പരിപാലനം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് ശുദ്ധമായ ജലം കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഈ പ്രോബയോട്ടിക്കുകളും അതുപോലെ തന്നെ നമ്മൾ ഈ വൈറ്റമിൻ സപ്ലിമെന്റുകളും അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റുകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് മാത്രം പോരാ, അവർക്ക് കുടിക്കാനുള്ള വെള്ളം എന്ത് ചെയ്യുക, ശുദ്ധമായ ജലം കൊടുക്കുക. അപ്പൊ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കോളനി കേജറൊക്കെ ആണെങ്കിൽ എപ്പോഴും അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അത് എന്താ അവർ കുളിക്കാനും കുടിക്കാനും ആ വെള്ളം ഉപയോഗിക്കും. അപ്പൊ അവരുടെ ദേഹത്തുള്ള ഈച്ചപ്പേന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറെ വ്യത്യാസം കിട്ടും. അതുപോലെ തന്നെ ആ വെള്ളം കുടിക്കുന്നതും നമ്മളെ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാൻ എപ്പോഴും നല്ലതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രാവുകളെ പല സ്ഥലങ്ങളിൽ നിന്നും മേടിക്കുന്നുണ്ടാവാം. എപ്പോഴും നമ്മുടെ ലോഫ്റ്റിലേക്ക് കയറ്റുന്നതിന് മുന്നേ ഈ പ്രാവുകളെയൊക്കെ ഒരു 15 ദിവസം എങ്കിലും പുറത്ത് ഏതെങ്കിലും കൂട്ടിൽ, നമ്മുടെ പ്രാവുമായിട്ട് ബന്ധമില്ലാത്തൊരു കൂട്ടിൽ ഇട്ട് നോക്കിയതിന് ശേഷം, അതിന് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് 100% ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം നമ്മുടെ ലോഫ്റ്റിലേക്ക് കൊണ്ടുവരിക. ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും വൈറലായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ നോക്കിക്കൊണ്ടുവന്ന പ്രാവുകൾക്കൊക്കെ അത് പിടിച്ചിട്ട് പ്രശ്നങ്ങൾ വരും. പറഞ്ഞ പോലെ തന്നെ ഈ പ്രോലീവ് ടോട്ടലും അതിനൊപ്പം ഫീഡപ്പിഷും ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ആന്റിബയോട്ടിക്കുകളുടെയൊക്കെ ഉപയോഗങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. കാരണം അസുഖങ്ങൾ കുറയുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊന്നും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഈ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങൾ ആ സമയത്ത് കിട്ടുന്നുണ്ടെങ്കിലും അതിനുള്ള മറ്റ് പ്രതിപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. അതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടും ആന്റിബയോട്ടിക്കുകൾ കൂടുതൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ലോഫ്റ്റുകൾ, അതുപോലെ നമ്മുടെ മൃഗങ്ങൾ ഒക്കെ, നമ്മുടെ പെറ്റ്സ് ഒക്കെ ആയിത്തീരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ പ്രോലീവ് ടോട്ടൽ ഫീഡപ്പിഷ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രൊഡക്റ്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, പ്രോ മിൽക്ക് എനർജി. ഞാനിവിടെ പക്ഷികൾ മാത്രമല്ല, പ്രാവ് മാത്രമല്ല, അതിൻ്റെ കൂടെ മൊയിലുകളുണ്ട്, അതുപോലെ തന്നെ ഗിനി പിഗ് ഉണ്ട്, അതുപോലെ ലവ് ബേർഡ്സ്, ജാവ പോലുള്ള ഇതുണ്ട്, പിന്നെ ആടുകളുണ്ട്. ഒക്കെ ഒരു ഇഷ്ടത്തിന് വളർത്തുന്നതാണ്, വളരെ ഒരു ഇഷ്ടം തോന്നിയിട്ട് വളർത്തുന്നതിനാണ്. അപ്പോൾ ആടിനൊക്കെ നമ്മൾ എപ്പോഴും എല്ലാവർക്കും പറയുന്ന ഒരു പരാതിയാണ്, ആട് മുയൽ ഒക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ അതിന് പാല് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ആദ്യ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് പ്രോ മിൽക്ക് എനർജി എന്ന് പറയുന്നത്. അങ്ങനെ